ಸರ್ವರಿಗೂ ನಮಸ್ಕಾರ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ശ്രീ വേണുഗോപാൽ ജി, ശ്രീ ദീപാ മുൻസി ജി, जोसेफ जी, बीडी सतीशन जी, सईद सादिक अली, तंगल जी, के सुधाकरन जी, रमेश चेनिताला जी, पी के उन्नीकुट्टम जी, एम के राघवन जी, सचिन पायलट जी, के जी जॉर्ज जी, इमरान प्रतापगढ़ी जी, कृष्णा बैरेगौड़ा जी, शफी परम्बल जी, नवीन KR DCC President ji, and all brothers and sisters who are sitting here, and also my media friends. അധ്യക്ഷവേദിയിലെ പ്രിയങ്കരായ നേതാക്കന്മാരെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ, പ്രിയങ്കരായ മാധ്യമ പ്രവർത്തകരെ, Today we launch the campaign of UDF with one mission, that Sabarimala gold has stolen, they should be punished. Instead of punishing, he is giving them chance to come out from jail. അയ്യന്റെ സ്വർണം കവർന്നതിന്റെ പിന്നിലെ ഗൂഢാലോചന നടത്തിയ പങ്കാളികളായ ഉന്നതരെ അവരെ തുറങ്കിൽ നടക്കാതെ അവർക്ക് രക്ഷപ്പെടാൻ ഈ സർക്കാർ അവസരം കൊടുക്കുകയാണ്. ആ മോഷ്ടാക്കളുടെ കൂടെയാണ് ഈ സർക്കാർ നിലകൊണ്ടത്. Kerala now has the highest drug cases in India. After Punjab, the Kerala has become the second capital of drug. വേദനയോട് പറയട്ടെ, മയക്കുമരുന്ന് കേസുകളുടെ എണ്ണത്തിൽ ഈ കേരളത്തിന്റെ വർധനവ് അപായമണി പോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പഞ്ചാബിന് ശേഷം ഈ രാജ്യത്തിന്റെ മയക്കുമരുന്നിന്റെ തലസ്ഥാനമായി കേരളത്തെ മാറ്റാനാണ് ഈ ഗവൺമെന്റ് ശ്രമിച്ചത്. Kerala's public health sector is in ruins. Hospital infrastructure is crumbling. ഇന്ന് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യ മതേതര കേരളത്തിന് പുതിയ ഉണർവും ആവേശവും ഊർജവും പകരുന്നതിന് വേണ്ടി ഇന്നിപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. നേരത്തെ നേതാക്കളെല്ലാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ വരാനിരിക്കുന്ന 5 വർഷം ആരാണ് കേരളം ഭരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും എന്നൊരു സന്തോഷവും അഭിമാനവും നമുക്കുണ്ട്. അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കണം എന്നാണ് നമുക്കൊക്കെ പറയാനുള്ളത്. ഇനി ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഏപ്രിൽ 9 സമാഗതമാവുകയാണ്. ആ ഏപ്രിൽ 9 നമുക്ക് പുതുയുഗ പിറവി നമ്മളത് കാത്തിരിക്കുന്നു. ടീം UDFന്റെ വിജയമാണ് കേരളം കാത്തിരിക്കുന്നത്. വരുന്ന 5 വർഷക്കാലവും ഈ തുടർന്നുള്ള കാലങ്ങളിലും ടീം UDF ആണ് കേരളത്തെ ഭരിക്കുവാൻ പോകുന്നത് എന്ന സന്തോഷം പങ്കുവെച്ചുകൊണ്ട് എല്ലാത്തിലും ആശംസകൾ നേരുന്നു. നന്ദി. ചെയ്തു ശ്രീ സണ്ണി ജോസഫ്, അഭ്യന്തരായ തങ്ങൾ, ബഹുമാന്യരായ UDFന്റെ നേതാക്കളെ, ഈ കോഴിക്കോട്ട് കടപ്പുറത്ത് തടിച്ചുകൂടിയിരിക്കുന്ന 10,000-കണക്കിന് ജനാധിപത്യ വിശ്വാസികൾ, നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്ഥാനാർത്ഥികളൊക്കെ വന്ന് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യം UDFന് അനുകൂലമായിട്ടുള്ള ഒരു കാറ്റാണ്. ഇപ്പോഴുള്ള ചികിത്സാ ചെലവ് പകുതിയാക്കി കുറയ്ക്കുമെന്നതാണ്. ജിയുടെ നേതൃത്വത്തിൽ രാജസ്ഥാനിൽ കോൺഗ്രസ് ഗവൺമെന്റ് നടപ്പിലാക്കിയ ആ ഇൻഷുറൻസ് പദ്ധതി ഈ കേരളത്തിൽ നമ്മൾ നടപ്പിലാക്കുക തന്നെ ചെയ്യും. നമ്മുടെ ചെറുപ്പക്കാരാണോ എന്ന് പരിശോധിക്കുന്ന ടെസ്റ്റ് ആ സമൂഹത്തിലെ പ്രായമായവരോട്
എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതാണ്. മുതിർന്ന പൗരന്മാരെ, മുതിർന്ന ആളുകള്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടവരായി VIP-കളായി വേണ്ടി കഠിനാധ്വാനം ചെയ്യുക. ഇവരെ കേരളത്തെ തകർത്ത് കളഞ്ഞിരിക്കുന്നു. കള്ളപ്രചരണങ്ങൾ നടത്തി ആയിരക്കണക്കിന് കോടി രൂപ ചെലവാക്കി അവരിപ്പോഴും ജനങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്കുള്ള മറുപടിയാകും, കേരളത്തിന്റെ മറുപടിയാകും ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് മാത്രം വിനയപൂർവ്വം സൂചിപ്പിച്ചുകൊണ്ട് ഈ കടലോരത്ത് തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ വൻ വിജയം നിങ്ങളാണ് അത് നടപ്പാക്കേണ്ടത് എന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കും.